നിങ്ങൾ എപ്പോഴെങ്കിലും ആകാശത്ത് സ്ട്രെയിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ക്രോസ് ആയി സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുന്ന ലൈൻസുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതൊരിക്കലും ജെറ്റ് പോകുന്നതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ പ്ലെയിൻ പോകുമ്പോൾ ബാക്കി വരുന്ന പാർട്ടിക്കിൾസ് കാരണം ഉണ്ടാവുന്ന ലൈൻസ് അല്ല. മറിച്ച് ഈ ഒരു ലൈൻ കാരണം നമ്മുടെ മൈൻഡ്, പോപ്പുലേഷൻ, വെതറിനെ വരെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാണ് ചില കൂട്ടം ആൾക്കാർ വിശ്വസിക്കുന്നത്. കെം ട്രെയിൽസ് എന്നാണ് ഈ ഒരു കോൺസ്പിറസി തിയറിനെ വിളിക്കുന്നത്. ഈ ഒരു തിയറി വിശ്വസിക്കുന്ന ആൾക്കാർ പറയുന്നത് ചില ഗവൺമെന്റ്സ് അല്ലെങ്കിൽ ഈ കൺട്രോൾ ചെയ്യുന്ന അതോറിറ്റി ഇവർ ചില കെമിക്കൽസ് ആകാശത്ത് സ്പ്രേ ചെയ്യും. ഈ ഒരു കെമിക്കലിന്റെ പവർ വെച്ചിട്ട് ആൾക്കാരുടെ മൈൻഡിനെയും പിന്നെ കോൺഷ്യസ്നെസ്സിനെയും ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ വെതറും ക്ലൈമറ്റും എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. നമ്മൾ കാണുന്ന ചില സ്ട്രെയിറ്റ് ലൈൻസ് കുറച്ചു നേരം കഴിയുമ്പോൾ സ്പ്രെഡ് ആവുകയും പിന്നെ അതൊരു വലിയ ക്ലൗഡ് ആയി മാറുന്നതായിട്ട് നമ്മൾ കണ്ടു കാണും. ഈ ഒരു കാരണം കൊണ്ടാണ് ഇതൊരു കോൺസ്പിറസി ആയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സയന്റിസ്റ്റുകൾ ഇതിന് ഓൾറെഡി ഒരു എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. ഈ തിയറി വിശ്വസിക്കുന്ന ആൾക്കാർ പറയുന്ന പോലെ ഇത് കെം ട്രെയിൽസ് അല്ല, മറിച്ച് കോൺട്രെയിൽസ് ആണ്. അതായത് ഈ ജെറ്റ് എൻജിൻസ് പിന്തള്ളുന്ന സ്മോക്കും എയറും എല്ലാം വാട്ടർ വേപ്പറായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു ക്രിസ്റ്റൽ ലൈക്ക് മെറ്റീരിയൽ ഫോം ചെയ്യും. ഇതാണ് കോൺട്രെയിൽസ് ആയിട്ട് നമുക്ക് കാണുന്നത്. ഈ കാണുന്ന കോൺട്രെയിൽസ് ആണ് കെം ട്രെയിൽസ് എന്ന് പറഞ്ഞ കോൺസ്പിറസി തിയറി ആയിട്ട് സ്പ്രെഡ് ആവുന്നതാണ് സയന്റിസ്റ്റുകൾ പറയുന്നത്. പക്ഷെ ചില സമയത്ത് നമ്മൾ നോക്കുമ്പോൾ ഇതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് നിൽക്കുകയും പിന്നെ പെട്ടെന്ന് മാഞ്ഞു പോകുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഈ കോൺസ്പിറസി പറയുന്ന പോലെ തന്നെ ഈ ലൈൻസുകൾ സ്പ്രെഡ് ആവാനുള്ള കാരണം ഈ അറ്റ്മോസ്ഫിയറിൽ വരുന്ന ചേഞ്ചസും പിന്നെ ഹ്യൂമിഡിറ്റിയിൽ വരുന്ന ചേഞ്ചസും കൊണ്ട് തന്നെയാണ്. പക്ഷെ ഇതെല്ലാം നമ്മൾ മാറ്റി വെച്ചാലും ഈ കോൺസ്പിറസി ശരിയാണെന്ന് പ്രൂവ് ചെയ്യുന്ന ചില റിയൽ വേൾഡ് എക്സാമ്പിൾസ് അല്ലെങ്കിൽ എക്സ്പെരിമെന്റ്സ് നടന്നിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇങ്ങനത്തെ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് എന്നെ ഫോളോ ചെയ്യുക.